ഹലോ നമസ്കാരം. അങ്ങനെ നമ്മൾ സംഭവ നവംബറിലെത്തി നിൽക്കുകയാണ്. ഈ ഒരു വർഷം കുറേ ദിവസം കുറേ മാസങ്ങൾ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് ചിലവഴിച്ചു. ഓണം വന്നു, വിഷു വന്നു, ഈസ്റ്റർ വന്നു, പെരുന്നാൾ വന്നു. ആൻഡ് നൗ വീണ്ടും നമ്മളൊരു ഫെസ്റ്റീവ് സീസണിലേക്ക് കടക്കുകയാണ്. ഇനി ദിവാലി വരുന്നു, ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു. ആഘോഷങ്ങളുടെ ഒരു മാസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. സോ വെൽക്കം ടു സരിയു സാഷി ഓഫ് സ്റ്റോറീസ്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇനിയിപ്പോൾ നമ്മളൊരു ഫെസ്റ്റീവ് സീസണിലേക്ക് കിടക്കുകയാണ്. ദിവാലി, ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തും. ഒരുപാട് വിഷസ്, ഒരുപാട് ഗിഫ്റ്റുകൾ, ഒരുപാട് സ്വീറ്റ്സ്, ഒരുപാട് പുതിയ വസ്ത്രങ്ങൾ എല്ലാം നമ്മുടെ വീടുകളിലേക്ക് എത്തുകയാണ്. ഒരുപാട് ഓഫേഴ്സ് നടക്കുന്ന സമയമാണ് പല ഓൺലൈൻ സൈറ്റ്സിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യും. ഇതെല്ലാം നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ അറിയാതെ മറ്റൊരു കാര്യം കൂടെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട്. അതാണ് പ്ലാസ്റ്റിക്. ശരിയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്? പ്ലാസ്റ്റിക് നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു, നമ്മൾ പോലും അറിയാതെ. നമ്മുടെ സാധാരണ ഒരു ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൽ നമ്മളെല്ലാവരും ഒരു ഡിപ്പെൻഡൻ്റായി മാറിയിരിക്കുന്ന അവസ്ഥയാണ്. അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ UN ഉൾപ്പെടെയുള്ള ആ തലത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പോലും, പ്ലാസ്റ്റിക് സ്ട്രോസ് ആയാലും പ്ലാസ്റ്റിക് കവേഴ്സ് ആയാലും എല്ലാം മാറ്റാനുള്ള നിയമങ്ങൾ വന്നു തുടങ്ങി. അതിനുള്ള ശക്തമായിട്ടുള്ള ചിന്തകൾ വന്നു തുടങ്ങി. പക്ഷേ സ്റ്റിൽ നമ്മളെല്ലാവരും പ്ലാസ്റ്റിക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് കുഴപ്പങ്ങളും അത് സൃഷ്ടിക്കുന്നുണ്ട്. സോ പ്ലാസ്റ്റിക്കിനെ എങ്ങനെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഈ പ്ലാസ്റ്റിക് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തുടങ്ങാം. പ്ലാസ്റ്റിക്കിലെ ഒരു തരമാണ് ബയോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ബയോ പ്ലാസ്റ്റിക്സ് ഒന്നല്ലെങ്കിൽ ബയോ ബേസ്ഡോ അല്ലെങ്കിൽ ബയോ ഡീഗ്രേഡബിളോ ആയിരിക്കാം. അപ്പോൾ മിക്കവാറും ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ വെജിറ്റബിൾ ഫാറ്റ്സ്, ഓയിൽ, കോൺ സ്റ്റാർച്ച് തുടങ്ങിയവയിൽ നിന്നാണ്. അതായത് മിക്കവാറും ബയോ ഡീഗ്രേഡബിൾ ഒക്കെ ആണെങ്കിൽ ഈ ബയോ പ്ലാസ്റ്റിക്സ് അഴുകി മണ്ണിനോട് ചേരുന്നവയാണ്. എന്നാൽ പൊതുവായിട്ട് കാണപ്പെടുന്ന സിന്തറ്റിക് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് 500-100 വർഷം കഴിഞ്ഞാലും ഡിസ്ട്രോയ് ആവാത്ത തരത്തിലുള്ളതാണ്. അതിന് പക്ഷേ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. അതിന് ഭാരക്കുറവാണ്, കാഠിന്യമുണ്ട്, ഏത് ഷേപ്പിലേക്കും അതിനെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ മെഷീൻ കൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് നിർമ്മിക്കാൻ സാധിക്കും. തുടങ്ങിയതൊക്കെയാണ് ഇതിന് അധികം പോപ്പുലാരിറ്റി കിട്ടാനുള്ള ഒരു കാരണങ്ങൾ, സാധ്യതകൾ. നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഏതൊരു സാധനം എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ എല്ലാം അടിയിൽ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഏതൊരു പ്രോഡക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൊടുത്തിട്ടുണ്ടാകണം എന്നാണ് നിയമം. അതെന്താണെന്നറിയോ? റെസിൻ ഐഡൻറ്റിഫിക്കേഷൻ കോഡ്. അതാണ് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഓരോ നമ്പേഴ്സിനെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പക്ഷേ ഒരു കാര്യം ഞാൻ ചുരുക്കത്തിൽ പറയാം. ഈ റെസിൻ നമ്പേഴ്സിൽ 1, 2, 4 and 5 ഇതാണ് നമുക്ക് വീടുകളിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഫുഡ് സ്റ്റോർ ചെയ്യാം, അത് കൈകൾ വെച്ച് അല്ലെങ്കിൽ ചെറിയ ഡിറ്റർജൻറ്റ് വെച്ച് നമുക്ക് വാഷ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ളതാണ് 1, 2, 4 and 5. പക്ഷേ ഇത് ഹീറ്റ് ചെയ്യാൻ പാടില്ല. റെസിൻ ഐഡൻറ്റിഫിക്കേഷൻ കോഡ്സ് 3, 6, 7 ഈ നമ്പറുകളിൽ വരുന്ന പ്ലാസ്റ്റിക്സ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കരുത് എന്നാണ് പറയുക. വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ടോക്സിൻസ് റിലീസ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്സ് ആണ് ഇത് എന്നാണ് പറയാറ്. എന്നാൽ നമ്മൾ ചായ കുടിക്കുന്ന, നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന നല്ല വെള്ള നിറത്തിലുള്ള പ്ലാസ്റ്റിക് കപ്പുകൾ എന്ന് പറയുന്നത് ഇതിൽ നമ്പർ 6ൻ്റെ കീഴിൽ വരുന്ന പ്ലാസ്റ്റിക്സ് ആണ്. അതായത് സ്റ്റൈറോഫോം എന്ന് പറയുന്ന പ്ലാസ്റ്റിക്സ് ആണ് നമ്മൾ ചായ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഒരിക്കലും ചൂടാക്കാൻ പാടില്ലാത്തതാണ് ഇവ. നമ്മുടെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള. അപ്പം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എത്രത്തോളം ഭീകരമാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കിനെ കുറിച്ച്, അതിൻ്റെ പ്രശ്നങ്ങൾ, അത് സൃഷ്ടിക്കുന്ന അപകടങ്ങൾ തുടങ്ങി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്.
ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ നമ്മളാൽ കഴിയുന്നത്ര നമ്മുടെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ഒരാശയം മുമ്പോട്ട് വെക്കുകയാണ്. അതാണ് നോ പ്ലാസ്റ്റിക് നവംബർ. സംഭവം അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ ലൈഫിൽ നമ്മുടെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇത് ലൈഫ് ലോങ് വേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ നവംബറിൽ ഈ ഒരു മാസം അതിനുവേണ്ടി ശ്രമിക്കാം. സോ നോ പ്ലാസ്റ്റിക് നവംബറിന് വേണ്ടി നമുക്ക് ശ്രമിക്കേണ്ട കാര്യങ്ങൾ: 1, നമ്മൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ ഒന്നും ഷോപ്പ് ചെയ്യുന്നതല്ല. ഒരു പുതിയ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പോലും നമ്മുടെ വീട്ടിലേക്ക് വരാൻ നമ്മൾ അനുവദിക്കുന്നതല്ല. 2, നമ്മൾ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് യൂസ് ചെയ്യുന്നതല്ല. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് നമ്മൾ മേടിക്കുന്നതല്ല. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മുടെ കൂടെ ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ ക്യാരി ചെയ്യുന്നതാണ്. അത് ഫില്ല് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ എന്ത് ഗെറ്റ് ടുഗെദർ നടത്തുകയാണെങ്കിലും എന്ത് ഫംഗ്ഷൻ നടത്തുകയാണെങ്കിലും എന്ത് സംഭവിക്കുകയാണെങ്കിലും നമ്മൾ പേപ്പർ കപ്സ് ആൻഡ് പ്ലേറ്റ്സ് ഒഴിവാക്കുന്നു. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധാരണ സ്റ്റീലിൻ്റെയോ സെറാമിക്കിൻ്റെയോ ഒക്കെ പ്ലേറ്റുകളിലാണ് നമ്മളിനി സെർവ് ചെയ്യുന്നത്. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലിസ്റ്റ് ഇങ്ങനെ നീളും. ബിക്കോസ് നമ്മളൊരു പച്ചക്കറി മേടിക്കുകയാണെങ്കിലോ ഫ്രൂട്ട്സ് മേടിക്കുകയാണെങ്കിലോ എല്ലാം മിക്കവാറും അതിനൊരു കോട്ടിംഗ് ഉണ്ടാവും. അത് ചീത്തയാവാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവും. നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ കൊണ്ടുവരുന്ന ബോക്സുകളെല്ലാം പ്ലാസ്റ്റിക് ഉണ്ട്, അതിൻ്റെ കവർ പ്ലാസ്റ്റിക്സ് ആണ്. സോ ഈ ലിസ്റ്റ് ഇങ്ങനെ നീളുന്നതാണ്. പക്ഷെ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് അവോയ്ഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. പക്ഷെ അതേപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു, കംപ്ലീറ്റ് പ്ലാസ്റ്റിക് മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. പക്ഷേ അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡിസ്പോസൽ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് വലിച്ചെറിയുക എന്നുള്ളത് നമ്മൾ മലയാളികളുടെ ഒരു ശീലമാണ്. അത് നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇൻ കേസ് നിങ്ങളത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായ സ്ഥലങ്ങളിൽ മാത്രം ഡിസ്പോസ് ചെയ്യാൻ കൂടെ ഓർക്കുക. സോ ഇതാണ് എൻ്റെ ചെറിയ ഒരാഗ്രഹം, ഒരു നോ പ്ലാസ്റ്റിക് നവംബർ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. സോ ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റുള്ളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോ പ്ലാസ്റ്റിക് നവംബർ എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്ലാസ്റ്റിക്സ് എല്ലാം, ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് എല്ലാം റീപ്ലേസ് ചെയ്തതിൻ്റെ ഓരോ ഫോട്ടോഗ്രാഫ്സ് എനിക്ക് നിങ്ങൾ ടാഗ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താലും മതി. അപ്പോൾ ഒരുപാട് സന്തോഷമാവും. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സേഫായിട്ടിരുന്ന് അവരവരുടെ വീടുകളിൽ ഈ ഫെസ്റ്റീവ് സീസൺ നിങ്ങൾ ആഘോഷിക്കൂ. അതിനോടൊപ്പം മറക്കണ്ട, നമ്മൾ കടന്നു പോകുന്നത് നോ പ്ലാസ്റ്റിക് നവംബറിലൂടെയാണ്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിൻ്റെ ഉപയോഗം മാക്സിമം കുറച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ഈ ഒരു ഫെസ്റ്റീവ് സീസൺ ആഘോഷിക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അപ്ഡേറ്റ്സും എല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്യാനും ടാഗ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇറ്റ്സ് നോ പ്ലാസ്റ്റിക് നവംബർ. ബൈ.